ഹല്ലേലൂയ. ഇങ്ങനെയാണ് ആ വാക്യം വായിച്ചത്. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെയിരുന്നു. അവൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? എരിഹോവിലാണ് ഇരിക്കുന്നത്. ദൈവജനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ അക്കരെ കടക്കുവാൻ കഴിവില്ലാതെ വണ്ണം വലിയ ഒരു മതിലായി നിന്ന്, പ്രതികൂലമായി നിന്നൊരു മതിലാണ് എരിഹോ മതില്. എന്നാൽ ദൈവജനത്തിന്റെ ആർപ്പുവിളിയുടെ മുൻപിൽ ആ എരിഹോ മതിലുകൾ മണ്ണ് പൊടിഞ്ഞ് വീഴുന്നത് പോലെ വീഴുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിന്റെ മുൻപാകെ ദാരിദ്ര്യത്തിന്റെ എരിഹോവ്, കടഭാരത്തിന്റെ എരിഹോവ്, രോഗശക്തികളുടെ എരിഹോവ്, ഉയർച്ചയില്ലാത്ത എരിഹോവിനെ നീ ആർപ്പിടുമ്പോൾ, സ്തുതിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് നിന്റെ മുൻപാകെ അത് മണ്ണ് പോലെ പൊടിഞ്ഞു പോകുമെന്ന് നീ വിശ്വാസത്താൽ കാണുക. ആ വിശ്വാസത്തിന് നമുക്കൊരു ഉറപ്പ് വേണം. ഞാൻ ആർപ്പിടുമ്പോൾ, ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ എന്റെ മുൻപിലുള്ള ആ പ്രതികൂലത്തിന്റെ എരിഹോ മതിലുകൾ തകർന്നു വീഴും. കടഭാരങ്ങൾ വർദ്ധിച്ച് കടക്കാരെ കൊണ്ട് പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം അടച്ചിട്ട പൈശാചികമായ എരിഹോവിന്റെ മതില് ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് തകർന്ന് നീ ആരാധിക്കുമ്പോൾ ഇടിഞ്ഞു വീഴുവാൻ ഇടവരണം. നമ്മെ മുന്നോട്ട് വിടാതെ ജീവിതത്തിൽ രോഗത്തിൻ്റെതായ അവസ്ഥകളിൽ ഹോസ്പിറ്റൽ, ഭവനം, ഈ നിലവാരത്തിൽ ജീവിതത്തെ നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആ മുൻപിൽ നിൽക്കുന്ന എരിഹോവ് ഇന്ന് പകൽകാലം മാറിപ്പോകണം. വിശ്വാസത്തോടെ നീ ആർപ്പിടുവാൻ തയ്യാറാകണം. ഞാൻ പറയട്ടെ, ഇതിന്റെ ഉള്ളിലുള്ളവരുടെ മനസ്സിൽ ചില നീരസങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. ആമേൻ, സ്തോത്രം. നിന്റെ വിടുതലിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. സ്തോത്രം. നീ വിശ്വാസത്തോടെ ഇന്ന് അർപ്പിട്ടാൽ, വിശ്വാസത്തോടെ നീ സ്തോത്രം പറഞ്ഞാൽ, ആമേൻ, നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ വ്യാപരിക്കും. വിടുതൽ വരുവാൻ ഇടയായി തീരും. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. അവയെ കുടുംബങ്ങളിൽ കടഭാരം വർദ്ധിപ്പിക്കുന്ന സഭയിലെ ജനം ദരിദ്രരായാൽ സഭയും ദരിദ്രമാകും. സഭയിലെ ജനം സമ്പന്നരായാൽ ദൈവസഭയും സമ്പന്നമാകും. ആ നിലവാരത്തിലേക്ക് നമ്മൾ കാഴ്ചപ്പാടിലേക്ക് ഉയരുവാൻ തയ്യാറാകണം. സ്തോത്രം. ഇന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ഞാൻ ഇനി കടം വാങ്ങുകയില്ല. കടം വാങ്ങുന്നവർ, കടം കൊടുക്കുന്നവർ ഒരു കാര്യം തീരുമാനിച്ചു കൊടുക്കണം. തന്നില്ലെങ്കിലും, തിരിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് കരുതി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിമായിയുടെ മകൻ ഗത്തിമായി ജന്മനാ ഒരു അന്ധനാണ്. അവന്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ല. അവന്റെ കുടുംബത്തിന്റെ ഒരു വരുമാന മാർഗമായി മാറി. സ്തോത്രം. അവന്റെ മാതാപിതാക്കൾക്കോ അവന്റെ സഹോദരങ്ങൾക്കോ അവന്റെ അന്ധത മാറണമെന്ന് ആഗ്രഹമില്ല. നമ്മളെ ഒരു കുഞ്ഞ് അന്ധനായിരിക്കുന്നുവെങ്കിൽ, അന്ധനായി ജനിച്ചെങ്കിൽ നമ്മൾ അന്വേഷിക്കും. സ്നേഹമുള്ള മാതാപിതാക്കൾ അന്വേഷിക്കും. ആമേൻ, ഇവന്റെ കാഴ്ച ലഭിക്കുവാൻ, ഒരു കണ്ണ് വെച്ചാൽ കാഴ്ച ലഭിക്കുവാൻ കഴിയുമോ എന്ന് അന്വേഷിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കണ്ണിന് പകരം മറ്റൊരു കണ്ണ് നൽകുവാൻ കഴിവുള്ള നസ്രയനായ യേശു മാത്രം. ആമേൻ. അത് തിരിച്ചറിവ് എരിഹോവിൽ അത്രയും ജനക്കൂട്ടം ഉണ്ടായിരുന്നിട്ടും ആ ഒരു തിരിച്ചറിവ് ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബർത്തിമായുടെ ഉള്ളിലേക്ക് പകർന്നു നൽകി. ആമേൻ. നിന്റെ ജീവിതത്തിലേക്ക് ആമേൻ ഇരുട്ടിന്റെ അനുഭവങ്ങൾ കടന്നു മാറി വകഞ്ഞു മാറ്റി വെളിച്ചം പ്രവേശിക്കേണ്ടതിന് ആമേൻ എപ്പോഴാണ് നിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരേണ്ടതെന്ന്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അറിയാം. ആ നാളും നാഴികയും നിനക്കറിയാത്തത് കൊണ്ട് ഉണർന്നിരുന്ന് നീ പ്രാർത്ഥിക്കണം. ആമേൻ. എപ്പോഴും സ്തോത്രത്തിൽ ജാഗരിച്ചാട്ടെ. എപ്പോഴാണ് നിന്റെ കടങ്ങൾ മാറുന്നതെന്ന് നിനക്ക് പറയുവാൻ കഴിയുകയില്ല. എപ്പോഴാണ് നിന്റെ രോഗം മാറുന്നതെന്ന് നിനക്ക് പറയുവാൻ കഴിയുകയില്ല. നിങ്ങൾ സ്തോത്രത്തിൽ തന്നെ ജാഗരിക്കുന്ന വ്യക്തികളായിരിക്കണം. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുവേ. അന്നത്തെ കാലഘട്ടത്തില് ഒരു ഭിക്ഷക്കാരനെ കാണുമ്പോൾ തിരിച്ചറിയുവാൻ ഉള്ള സൈനാണ് ഒരു കറുത്ത പുടപ്പ്. ഇന്നത്തെ കാലത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു കറുത്ത കണ്ണട, ഒരു വടിയും പിടിച്ച് അവൻ പോകും. താൻ എന്നും ഇരിക്കുന്ന യെരിഹോവ്, എന്നും കടന്നു ചെന്നിരിക്കുന്ന യെരിഹോവിനൊരു പ്രത്യേകത, എന്തോ ഒരു അന്തരീക്ഷത്തിന് വ്യത്യാസം വന്നതുപോലെ അതവൻ കാഴ്ചയില്ലെങ്കിലും തിരിച്ചറിയുകയാണ്. ആമേ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു എന്നുള്ളതിന്റെ ആ സാന്നിധ്യബോധം നമ്മൾ തിരിച്ചറിയണം. എന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം എന്നിലേക്ക് വരികയാണെന്നുള്ള ബോധത്തോടുകൂടി നാം പ്രാർത്ഥനയിൽ ജാഗരിച്ചാൽ, ഉറക്ക വിളിച്ചാൽ, ആമേ സ്തോത്രം, നമ്മെ വിട്ട് കടന്നുപോയാലും തിരിഞ്ഞു നിന്ന് അവനെ എന്റെ അടുക്കൽ, അവളെ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആമേ സ്തോത്രം, നിന്റെ വിഷയങ്ങളൊന്നും ഒരു വലിയ വിഷയമല്ല ദൈവത്തിന്. ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെയും ദൈവത്തിന് മാറ്റുവാൻ കഴിയും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പറഞ്ഞാട്ടെ, എല്ലാരും വാ തുറന്ന് പറഞ്ഞാട്ടെ, നെഞ്ചത്ത് കൈവച്ചോറൊക്കെ പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. നാം വാ കൊണ്ട് പറയുന്നത് പോലെ സംഭവിക്കുവാനിടയായി തീരും. നാം എന്താണ് വാ കൊണ്ട് പറയുന്നത് അത് നിന്റെ ജീവിതത്തിൽ കാണുവാനിടയായി തീരും. നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക, അവൻ അതിനെ നിറയ്ക്കും. ആമേൻ. അന്തരീക്ഷത്തിന് വ്യത്യാസം വന്നു. അന്തരീക്ഷത്തിന് വ്യത്യാസം വന്നിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം താൻ അറിഞ്ഞ നസ്രയനായ യേശു കടന്നു വരുന്ന കാര്യം അവൻ ചോദിച്ചറിയുവാനിടയായി. അതുകൊണ്ടാണ് ഇന്ന് പതിവിന് വിപരീതമായി യെരിഹോവിന്റെ അന്തരീക്ഷത്തിൽ ഒരു ഉത്സവ പ്രതിച്ഛായ. അതവൻ മാനസികമായി ശാരീരികമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ്. യേശു ഇതുവഴി കടന്നു പോകുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു വിടുതൽ വേണം. എന്റെ ഈ അവസരം എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. എനിക്ക് കാഴ്ച പ്രാപിക്കണം. വിടുതൽ ആമേൻ ഒരു വ്യക്തിയിലേക്ക് ദൈവം തരുമ്പോൾ അതൊരു കുടുംബത്തിന്റെ വിടുതലായി മാറും. നിനക്ക് വിടുതൽ ദൈവം തരുമ്പോൾ അത് ആ കുടുംബത്തിന്റെ വിടുതലായി മാറും. എന്നെ ദൈവം വിടുവിച്ചപ്പോൾ എന്റെ കുടുംബത്തിന്റെ വിടുതലായി മാറി. യഥാർത്ഥമായിട്ട് നിനക്ക് വ്യക്തിപരമായി ദൈവം ഒരു വിടുതൽ തന്നാൽ അത് നിന്റെ കുടുംബത്തിന്റെ വിടുതലായി ദൈവം മാറ്റും. എല്ലാവരും യേശുവിനെ കാണുവാൻ നിൽക്കുകയാണ്. തന്റെയും ഹൃദയത്തിൽ ആഗ്രഹം ഇനി ഭിക്ഷ വാങ്ങുക എന്നുള്ളതല്ല, യേശുക്രിസ്തുവിൽ നിന്ന്, യേശുവിൽ നിന്ന്, നസ്രായന്റെ കയ്യിൽ നിന്നൊരു വിടുതൽ എനിക്ക് വേണം. അനേക കുരുടന്മാർ വിടുതൽ പ്രാപിച്ചത് ഞാൻ അറിഞ്ഞു. അനേകരുടെ സാക്ഷ്യം ഞാൻ കേട്ടു. അനേക മഹോദരമുള്ളവർ സൗഖ്യമായത് ഞാൻ അറിഞ്ഞു. അനേക ക്യാൻസർ രോഗികൾ സൗഖ്യമായത് ഞാൻ അറിഞ്ഞു. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചതും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള നസ്രായൻ എന്റെ മുൻപിലൂടെ കടന്നുപോയാൽ എനിക്ക് ഈ അവസരം ഞാൻ നഷ്ടപ്പെടുത്തിക്കൂടാ. ഇന്ന് ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ ആമേ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ, അവസാനം നമ്മൾ ആരാധിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം ഉലാവുമ്പോൾ നടുവിലൂടെ അവൻ ആമൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, നിലയെങ്കി ധരിച്ചവനായി, വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുകളോടുകൂടി, അഗ്നിക്കണ്ണുകളോടുകൂടി നമ്മുടെ നടുവിലൂടെ ഉലാവുമ്പോൾ നിന്റെ വിടുതൽ നിനക്ക് നഷ്ടപ്പെടരുത്. ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. 21 ദിവസത്തെ ആമേൻ ഉപവാസം നിങ്ങളൊരു ഉത്സവമാക്കി തീർക്കണം. 21 ദിവസക്കാലവും ഉപവസിക്കുവാൻ തയ്യാറാകണം. പൂർണ്ണമായി ഉപവസിക്കുവാൻ തയ്യാറാകണം. ഞാൻ അങ്ങനെ പറയുകയാണ്.
വിശ്വാസത്താൽ ഇരിക്കുവാൻ തയ്യാറാകണം. ഞാൻ പറയട്ടെ, വിടുതൽ നിന്റെ ഭവനത്തിൽ ആമേൻ നിന്നിൽ വരുവാനിടയായി തീരും. ഉറക്കെ വിളിക്കുവാനിടയായി. താഴോട്ട് വായിക്കാം. സ്തോത്രം. ആമേൻ. അവന്റെ തൊട്ടു മുമ്പിൽ നിന്നവർ പറഞ്ഞു, അതാണ് യേശു. ശിഷ്യന്മാർ ചുറ്റുമുണ്ട്. അന്ധനായ ഭക്തിമായി അത്രയും ജനത്തിന്റെ നടുവില് ഒരു മൈക്ക്, ഒരു ഫോണോ ഇല്ലാത്ത കാലഘട്ടത്തിൽ യേശു കേൾക്കണം. ആ രീതിയിൽ എന്ത് ചെയ്തു? വിളിച്ചു. എങ്ങനെയാണ് വിളിച്ചത്? ദാവീദ് പുത്രാ, യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. അടുത്ത് നിന്നവര് പറഞ്ഞിട്ടാ പൊട്ട ഉണ്ടാകുക. ശബ്ദം ഉണ്ടാക്കി അടിച്ചതിന്റെ 2 കാരണം അടിച്ചു പൊട്ടിക്കും. നമ്മൾ ശബ്ദം ഉണ്ടാക്കിയാൽ യേശുവിനെ വിളിച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ ആർക്ക് പിശാചിന് ഇറിറ്റേഷൻ വരണം. നിന്റെ കുടുംബത്തോട് പോരാടുന്ന പൈശാചിക ശക്തികളോട് നീ ഉറക്കെ വിളിക്കുമ്പോൾ അതിന് ഇറിറ്റേഷൻ വരും. ആ രീതിയിൽ ഉറക്കെ വിളിച്ചു. അടുത്തുള്ളവർ അവനോട് ഇഷ്ടക്കേട് തോന്നി, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ചിലരെ വായിൽ അവൻ പൊത്തിപ്പിടിച്ചു, തട്ടിമാറ്റിയവൻ. നിങ്ങൾക്ക് കണ്ണുകളുണ്ട്, നിങ്ങൾക്കെല്ലാം കാണാം. എനിക്ക് കണ്ണുകളില്ല, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എനിക്ക് ഈ അവസരം നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് എനിക്ക് ഉറക്ക വിളിച്ചേ പറ്റുകയുള്ളൂ. അവൻ ഉറക്ക വിളിച്ചു. വീണ്ടും അവൻ വിളിച്ചു. എങ്ങനെ വിളിച്ചു? ആമേൻ. അധികം നിലവിളിച്ചു. എങ്ങനെ? ഇന്നത്തെ ആമേൻ നിലവിളി പോരാ. അധികമായി വിളിക്കൂ, അധികമായി ആരാധിക്കൂ. സ്തോത്രം. സാക്ഷ്യം പറഞ്ഞ് വെറുതെ സമയം കൊല്ലാതെ, സാക്ഷ്യത്തിന് എഴുന്നേറ്റൊരു പാട്ടുപാടി സമയം കൊല്ലാതെ, അത്രയും സമയം നീ ആരാധിക്ക്. ആരാധന വർദ്ധിക്കട്ടെ. അത് നിന്റെ ജീവിതത്തിൽ വിടുതലായി മാറും. വെറുതെ ഒരു ജലദോഷം പോയി, പനി പോയി എന്നുള്ള സാക്ഷ്യം പറയാതെ ജീവനുള്ള സാക്ഷ്യങ്ങൾ പറയൂ. സ്തോത്രം. സ്തോത്രം. ജീവനുള്ള സാക്ഷ്യമായി പറയാൻ പാകത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് നീ പ്രാർത്ഥിച്ചാരാധിച്ചത് പ്രാപിക്കണം. പ്രാപിച്ചിട്ട് വന്നിട്ട് ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയണം. അതാണ് മറ്റുള്ളവരെ അവൻ ഉണർത്തുന്ന സാക്ഷ്യം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ സ്തോത്രം അധികം നിലവിളിച്ചു പറഞ്ഞു. സ്തോത്രം. യേശു അവിടെ നിന്നു. നിന്റെ നിലവിളിയുടെ അർത്ഥം എന്താണ്? നിലവിളി എന്ന് പറഞ്ഞാൽ നില മറന്നുള്ള വിളി. നീ ഒരു കളക്ടറാണെന്നുള്ളത് മറന്ന് ദൈവസന്നിധിയിൽ വന്ന് വിളിക്കുന്ന വിളി. ഞാൻ ബാങ്കിലെ മാനേജറാണ്, എനിക്ക് പാടിക്കൂടാ. ഞാൻ ബാങ്കിലെ മാനേജർ, അതുകൊണ്ട് എനിക്ക് കൈ അടിച്ചുകൂടാ. സ്തോത്രം. എടാ, നീ ബാങ്കിലെ മാനേജർ ആണെങ്കിലും, നീ ഏത് അക്കൗണ്ടന്റ് ആണെങ്കിലും, നീ കളക്ടർ ആണെങ്കിലും, ദൈവസന്നിധി വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ നീ കൈ അടിക്കണം, നീ ആരാധിക്കണം. സ്തോത്രം. നിന്റെ എഞ്ചിനീയറും ഒന്നും ദൈവസന്നിധിയിൽ വില പോകത്തില്ല. നിനക്ക് ലഭിക്കുന്ന നിന്റെ സമ്പത്തും അതിന്റെ നിലവാരം ഒന്നും ദൈവസന്നിധി വില പോകത്തില്ല. അതുകൊണ്ടാണ് ചില സമ്പത്തുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും നിലമറന്ന് അവർ ദൈവസന്നിധിയിൽ കൈയടിച്ച് ആരാധിക്കുന്നത്. അതുപോലെ നമ്മളായിരിക്കണം. നീ നിലവിളിച്ചാൽ യേശു നിൽക്കും. സ്തോത്രം. നിന്റെ വിഷയത്തിന്റെ മേൽ നിന്റെ വിഷയം കേൾക്കാൻ യേശു നിന്നിട്ടുണ്ട്. സ്തോത്രം. സ്തോത്രം. ആമേൻ. യേശു എന്താ പറഞ്ഞത്? അവനെ വിളിപ്പീൻ. ഒത്തിരി ആൾക്കാരുണ്ട് അവനെ വിളിക്കാൻ പറഞ്ഞത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അവനെ വിളിപ്പീൻ. കരയുന്ന നിന്നെ കാണുന്ന കർത്താവ്, നിലവിളിക്കുന്ന നിന്നെ കാണുന്ന കർത്താവ് നിന്നെയാണ് വിളിക്കുന്നത്. വരൂ. സ്തോത്രം. അവനൊരു കാര്യം ചെയ്തു. എന്നെ കുരുടനെന്ന് അന്ധനെന്ന് വിളിക്കുന്നതിന്റെ അടയാളമായി സമൂഹം പുതപ്പിച്ചു തന്ന കറുത്ത പുതപ്പുണ്ടല്ലോ, ഇത് ഞാനിവിടെ ഇടുകയാണ്. ഇനി പുതപ്പിന്റെ ആവശ്യം എനിക്കില്ല. എന്നെ വിളിക്കുന്നതാരാ? യേശുവിന്റെ പക്കൽ എന്തുണ്ട്? വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. വിശ്വാസത്താൽ അവൻ അതിനെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ആമേൻ. അവൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടി.
അന്ധന്മാർക്കൊരു കാര്യമുണ്ട്, എവിടുന്ന ശബ്ദം വരുന്നതെന്ന് അറിയാം. അവിടേക്ക് അവൻ ഓടി ചെന്നു. ആമേൻ. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവേ, നിന്നെ ഒന്ന് എനിക്ക് കാണാം, നിന്റെ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിച്ചറിയണം, നിന്നെ ഒന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നപ്പ, നിന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വചനം പറയുന്ന ദൈവത്തോട് അടുത്തിയെങ്കിൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നീ അടുത്ത് ചെല്ലുക, അവൻ നിന്നോട് അടുത്തു വരും. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കും. ഈ ഉപവാസം ഒരു പ്രത്യേകമുള്ള ഉപവാസമായി മാറട്ടെ. ഈ ആലയത്ത് ശൂന്യമായ ഒരു പ്രാർത്ഥന ഒരു ദിവസം നടക്കരുത്. നിറഞ്ഞു കവിയുന്ന നിലയിലുള്ള പ്രാർത്ഥന നടക്കട്ടെ. അത് കഴിയണമെങ്കിൽ നീ കടന്നു വരണം. 365 ദിവസവും നീ ജീവിച്ചിട്ട് തൊഴിലെടുത്തിട്ട് 5 പൈസ മിച്ചമില്ലാതെ കടം മാത്രമാണ് ബാക്കിയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. 365 ദിവസത്തില് 21 ദിവസത്തെ കുറച്ചിട്ട് 21 ദിവസവും നീ ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് നോക്ക്. നിന്റെ ഞെരുക്കം മാറും, നിന്റെ തീ മാറും. 100% ഗ്യാരണ്ടി ഞാൻ തരാ കാര്യത്തിൽ. അങ്ങനെ നീ ആത്മാർത്ഥമായിട്ട് എന്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി, എന്റെ വിടുതലിന് വേണ്ടി, എനിക്കൊരു വിടുതൽ അത്യാവശ്യം, എന്റെ തലമുറയ്ക്കൊരു വിടുതൽ ആവശ്യം, എന്റെ കുടുംബത്തിനൊരു വിടുതൽ ആവശ്യം, ഞാനായിരിക്കുന്ന ദൈവസഭയ്ക്ക് വിടുതൽ ആവശ്യം എന്നാഗ്രഹിച്ച് നീ ഇരിക്കുന്നെങ്കിൽ 100% നിനക്ക് വിടുതൽ കാണുവാനിടയായിട്ട്. അവൻ പുറത്തു വിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? റബ്ബൂനി, ഗുരുവെന്നർത്ഥം, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണം. പറയാണ്, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. എന്താണ് നീ വിശ്വസിത്താൽ? അവൻ യേശുവിനെ വിശ്വസിച്ചു, തന്നെയുമല്ല തന്റെ പുതപ്പിനെ അവൻ വലിച്ചെറിഞ്ഞു. അതിൽ സംശയമില്ല. ചെന്ന് കാഴ്ച പ്രാപിച്ചില്ലേ, പുതപ്പിന്റെ ആവശ്യമുണ്ടെങ്കിലോ എന്ന് സംശയിച്ചില്ല. പൂർണ്ണമായി നീ വിശ്വസിക്കണം. ഈ ഉപവാസത്തിൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവേ പിശാച് എന്റെ തലയ്ക്ക് മുകളിൽ എഴുതിയിരിക്കുന്ന പിശാചിന്റെ ഒരു രേഖയുണ്ട്. അത് യേശു കടന്നു വന്ന ആ രേഖ മായിച്ച് നിന്റെ അധ്വാനഫലം നീ തിന്നും, നീ അല്ലാതെ നിന്റെ അധ്വാനഫലം നാട്ടുകാർ കൊണ്ടുപോയി തിന്നത്തില്ല. അവിടെ മന്ത്രവാദം നടത്തുന്ന, ആഭിചാരം നടത്തുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെയാണ് ആളുകൾ ചോദിച്ചറിയാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രശ്നം നടക്കുന്നു, ഭർത്താവിനെ മാറ്റി ആ പ്രശ്നം നടക്കുവോ, പ്രശ്നം മാറുമോ എന്ന് ചോദിച്ചറിയുവാൻ പോകുന്ന ആളുകളുമുണ്ട് ഇന്നത്തെ കാലത്ത്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഭർത്താവ്, മുമ്പ് ഭർത്താവ് ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഭർത്താവ് ശരിയാവുന്നില്ല, അയാളെ വിടണോ ഇല്ലയോ എന്ന് ചോദിച്ചറിയുവാൻ വേണ്ടി പോയി. ഒരു ഹൈന്ദവ കുടുംബത്തില് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ 78 വയസ്സുള്ള അപ്പൂപ്പൻ മറിഞ്ഞു വീണ് ചത്തു. അത് വന്ന പെണ്ണിന്റെ കുഴപ്പം. അപ്പൂപ്പൻ മരിച്ചതുകൊണ്ട് ഈ പെണ്ണ് ശരിയാണോ അല്ലയോ എന്നറിയാൻ ചോദിച്ചറിയാൻ പോയി. ആ മൃഗം അവിടെ ഇരുന്ന് കബടി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ആ വന്നവള് എല്ലാത്തിനെയും കൊന്നിട്ടേ പറ്റൂ. അകവാള് വെട്ടി കേട്ടവളുടെ. നീ ഇവളെ എങ്ങനെ ഒഴിവാക്കുമെന്നായി അവളുടെ ചിന്ത. ഇങ്ങനെ പിശാചിന്റെ പണി കുടുംബകലഹം ഉണ്ടാക്കുക, സമൂഹത്തിൽ അരിഷ്ടതാളത്തെ സൃഷ്ടിക്കുക, ഒരു കുടുംബത്തെ തകർത്ത് കളയുക. ഇതാണ് പിശാചിന്റെ പണി. ഒരു സ്ത്രീ എതിർപ്പെട്ടിട്ട് വന്നു. ആ പൈശാചിക ശക്തിയെ ആര് പുറത്താക്കി? പൗലോസ്. പലപ്പോഴും വന്നു, അതിലൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ് പൗലോസ് പോയി. അന്നേരം പരിശുദ്ധാത്മാവ് പറഞ്ഞു, വിടരുത് പൗലോസെ, ഇവിടെ ഇപ്പം ശരിയാക്കണം. ആ പൈശാചിക ശക്തിയെ പൗലോസ് എന്ത് ചെയ്തു?
പുറത്താക്കി. ഞാനൊരു കഥ പറയാൻ പോയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കൃപയുള്ള ദൈവദാസൻ വാഹനം ഓടിച്ചു വരുമ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നു. പഴയ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. കണ്ടപ്പോൾ പരിചയമുള്ള മുഖം. അടുത്തേക്ക് കടന്നു നിന്നു. അശ്വതിയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ആ, പേര് പറഞ്ഞു. അന്ന് മീശ ഉണ്ടാക്കുന്നത് മീശയില്ലാത്ത ഞാൻ പാസ്റ്ററാണ്, ഒരു ദൈവദാസനാണ്. അപ്പൊ അവളോട് ചോദിച്ചു, നിന്റെ ജീവിതം എങ്ങനെയാണ്? അവൾ പൊട്ടിക്കരഞ്ഞു. 2 മക്കളാണ്, ഭർത്താവ് മുഴുക്കുടിയനാണ്. ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതിലെ പോകുന്ന ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ഞാൻ നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, അത് ദൈവമായിട്ടാണ് നിന്നെ കാണിച്ചു തന്നത്. വന്നിട്ട് സഭ പരിചയപ്പെടുത്തി. ആ സഭയിലേക്ക് അവൾ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി ദൈവദാസൻ ദൈവകൃപയുള്ളത് കൊണ്ട് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 2 മക്കളുമായിട്ട് വന്നപ്പോൾ അവൾക്കും ഭൂതം ഇളകി, 2 മക്കൾക്കും ഭൂതം ഇളകി. ഇതറിഞ്ഞ് ഭർത്താവ് ഓടി വന്ന് അപ്പോൾ ഭർത്താവിനും ഇളകി. 4 ഭൂതങ്ങൾ, പൈശാചിക ശക്തികൾ ഇളകി നിൽക്കുകയാണ്. 4 പുറത്താക്കി സ്വതന്ത്രമാക്കി. അവർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ സാമ്പത്തികമായി ഉയർന്നു. ഒരുപാട് വിശ്വാസികളെയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണത് നടന്ന സംഭവം. ഒരുപാട് വിശ്വാസികളെയൊക്കെ അവർ പരിചയപ്പെട്ടു. പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ ദൈവദാസനാണ് അവർക്ക് വേണ്ടി ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും കണ്ണീരൊഴുക്കിയതും. അപ്പൊ പുതിയ പാസ്റ്റർമാരെ പരിചയപ്പെട്ടപ്പോൾ, വെളുത്ത പാസ്റ്ററിനെ കണ്ടപ്പോൾ 2 പൈസകളോട് അധികം ഹല്ലേലൂയ. സൗന്ദര്യമുള്ളവരെ അപ്പ എന്ന് വിളിക്കുന്ന കാലഘട്ടമാകുന്നു. സ്വന്തം അപ്പം കറുത്താണെങ്കിൽ വെളുത്തൊരാളെ കാണുമ്പോൾ അപ്പ എന്ന് വിളിക്കുന്നവരുള്ള കാലഘട്ടമാണ്. സ്വത്രം. അങ്ങനെ ഈ ദൈവദാസനെ മറ്റുള്ളവർ പറഞ്ഞ് ഇടയിൽ ഒരു പ്രവാചകി വന്ന് പറഞ്ഞു, നിങ്ങൾ ആ സഭയിൽ പോയാൽ അതിങ്ങനെ അല്ല, ഇതിലും വലിയ അനുഗ്രഹമുണ്ട്, അവിടെ നിന്ന് ഇറങ്ങണം, ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങളുടെ കൂടെ വന്നാൽ ഈ അനുഗ്രഹമൊന്നുമല്ല, ഒത്തിരി അനുഗ്രഹം വെച്ചപ്പെടും. പ്രവചനം കേട്ട് ഈ ദൈവദാസനെ വെറുത്തു, സഭയെ വെറുത്തു. വേറെ സഭയിലോട്ട് പോകുമ്പോ വഴിക്ക് സഭയിലെ ദൈവദാസന്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവ് അത്ര വെടിപ്പല്ല കേട്ടോ, ഭർത്താവ് പാസ്റ്റർ അത്ര വെടിപ്പല്ല, ഇതെന്തോ കുഴപ്പമുണ്ടെന്ന് ഒരു സംശയത്തിന്റെ ഇതിട്ടേ പോയി. തന്നെയല്ല, അവള് പോയിട്ട് സഭയിലുള്ള സകല ആൾക്കാരെ ഫോൺ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർ ശരിയല്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോകും. പിന്നെ കാരണം ആരും തിരക്കത്തില്ല. പോയ കാര്യം എന്താണെന്ന് തിരക്കുക. അങ്ങനെ ഇവര് ആ പോയ സഭയിലെ ഒരു കൂട്ടായ്മയിൽ പോയിട്ട് നടന്നു വരുമ്പോൾ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. നല്ല ചാരി കസേര. ഈ ചാരി കസേര കണ്ടപ്പോൾ ഇയാൾക്കൊരു ഇഷ്ടം തോന്നി. കാരണം ചെന്ന വീട്ടിലെ അച്ചായൻ ചാരി കസേരയിൽ കിടന്ന് ബൈബിൾ വായിക്കുന്നത് പുള്ളി കണ്ടു. അപ്പോൾ ഇതേപോലെ എന്റെ വീട്ടിലും എനിക്കിങ്ങനെ അലർന്നു കിടന്ന് വായിക്കണം. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഇതുപോലൊരു ചാരി കസേര വാങ്ങിയ അച്ചായന്റെ വീട്ടിൽ എനിക്ക് ബൈബിൾ വായിക്കാം. അങ്ങനെ അവൻ പിറ്റേന്ന് വന്ന് ഈ ചാരി കസേര ചോദിച്ച ഉടനെ തന്നെ കടക്കാരനെ എടുത്തൊന്ന് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. ഈ തീയുടെ കസേര തുച്ഛമായ വിലയ്ക്ക് അയാൾ എടുത്തു കൊടുത്തു. ഈ സാധനവും കൊണ്ട് പോകുന്ന വഴിക്ക് കെട്ടിയാട്ടോ വേറൊരു ഓട്ടോയിൽ ഇടിച്ചു, അത് അവിടെ കിടന്നു. അപ്പോൾ വേറൊരു ഓട്ടോയിൽ കയറ്റി കസേരയുമായി വീട്ടിലെത്തി. ഇവൻ പറഞ്ഞെന്തോ ബൈബിൾ വായിക്കുന്നല്ലേ, കസേര ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെ മനോരമ പത്രം എടുത്ത് അവൻ കസേരയിൽ ചാരി കിടന്ന് വായിച്ചു. ഇവൻ പറഞ്ഞത് ബൈബിൾ വായിക്കാൻ അത് മേടിച്ചെന്ന്. വായിച്ച് ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഉറങ്ങിപ്പോയപ്പോ ഇവൻ കാണുകയാണ്, എന്റെ കസേരയിൽ എഴുന്നേറണമെന്നും പറഞ്ഞു വലിയൊരു ചൂരല് അടിക്കണം, ചൂരലോട്ടെന്ന്. ഇവന്റെ തുടക്കം ഒറ്റയാടി, അയ്യോ ചാടി എഴുന്നേറ്റ്. ഭാര്യ കൂടി എന്താച്ചാ എന്നെ ആരും അടിച്ചടി മുണ്ട് നോക്കിയപ്പെട്ടത് ചോര വരുന്നു.
ഭാര്യ പറയാ, കണ്ട സിനിമയും കണ്ട് സീരിയലും കണ്ട് അവിടെ ഇവിടെ കയറി കൃപയില്ലാത്തോണ്ടാ ഇമ്മാതിരി അടി പിശാച് അടിച്ചത്. ആര് പറഞ്ഞു? ഭർത്താവ് അടിയും കൊണ്ട് ജോലിക്കൊക്കെ പോയി. ഭാര്യ ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞ് അങ്ങനെ നിന്ന് ഇരിക്കുമ്പോൾ മോള് വന്നു. ആ പുതിയ കസേരയൊക്കെ വാങ്ങിയല്ലോ അപ്പൻ എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പുതിയ കസേര വാങ്ങിയില്ല. അവരെ അകത്ത് പോയി കിടന്നു. മോള് ഇവിടെ ഇരുന്നിട്ട് മൊബൈൽ എടുത്ത് ഇങ്ങനെ നീക്കി മാണിക്യ കൊട്ടാരം കണ്ടോണ്ട് കിടന്നു. മാണിക്യ കൊട്ടാരം കണ്ടോണ്ട് കിടന്നെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരാൾ വരുന്നു, ഒരു വടിയാട്ട്. എന്റെ കസേരയിൽ ആടി അമ്മോ എന്ന് പറഞ്ഞ് ചാടി എന്നിട്ട് മൊബൈലൊക്കെ തെറിച്ചു പോയി പൊട്ടി. എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നെ ആരാണ്ട് അടിച്ചമ്മാന്ന് പറഞ്ഞ് പൊക്കി കാണിച്ചപ്പോ ആടി കൊണ്ട് ചോറ്. അപ്പൊ പറഞ്ഞു, നീ എന്തോ മൊബൈലിൽ കണ്ടത്? നീ എന്തോ കണ്ടത്? ഉള്ള കണ്ട സീരിയലൊക്കെ കണ്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടാ, മൊബൈലിൽ കാണരുത് എന്ന് പറഞ്ഞു. കൃപ വേണവടി, പ്രാർത്ഥന വേണവടി എന്ന് പറഞ്ഞ് അവൻ മകളെ എന്തായാലും അടിയും കൊണ്ട് വിട്ടോണ്ട് പോയ സമയത്ത് വൈകുന്നേരം ക്ഷീണിച്ച് ഇവർക്ക് മനസ്സിലായി ഇത് സംഭവം വേറെയാണ് എന്ന് പറഞ്ഞ് 91 സങ്കീർത്തനം എടുത്ത് ഈ കസേരയിൽ വന്നിരുന്നു ഉറക്കെ വായിച്ച് എന്നിട്ട് 27 സങ്കീർത്തനവും വായിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ആമേൻ അവരിരുന്ന് പെട്ടെന്ന് ഉറക്കം വരിക. കസേരയിരുന്ന് ഉറക്കം പൊങ്ങി ഉറങ്ങിയപ്പോ ഇവരിങ്ങനെ കാണുകയാണ്, എന്റെ കസേരയിൽ എഴുന്നേരടിയെന്നും പറഞ്ഞ ആടി എന്താ 91 സങ്കീർത്തനം വായിച്ചുകൊണ്ട് ഡബിളായിട്ട് അടിപ്പോയി. ആടി കൊണ്ട് പൊട്ടി ഓടി. വലിയ പ്രശ്നമായപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ തീരുമാനിച്ചു, നമ്മുടെ സഭയിലെ പാസ്റ്ററിനെ വിളിക്കാം. അങ്ങനെ സഭയിലെ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്റർ ഇവിടം വരുന്ന വരണം, ഇവിടെ ഒരു ശല്യമുണ്ട്, അതൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛനൊരു കസേര വാങ്ങിക്കൊണ്ട് വന്നു, ഒരു ശല്യമുണ്ട് എന്ന് പറഞ്ഞു. പാസ്റ്റർ വന്നു. കൊള്ളാമല്ലോ കസേര, നല്ല കസേരയാണല്ലോ. അപ്പൊ ഭാര്യ പറയാണ്, പാസ്റ്ററിനെ വേണേ എടുത്തു. അപ്പൊ ഭർത്താവ് പറയാം, അത് നമുക്ക് കൊടുക്കാവടി, പാസ്റ്ററിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവടി. അങ്ങനെ ഈ കസേരയില് പറഞ്ഞ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണെന്ന് പറഞ്ഞു. എന്ത് അസ്വസ്ഥത? അങ്ങനെ ഇരിക്കുമ്പോ ഇയാള് പറഞ്ഞു, ഞാൻ പാല് മേടിക്കട്ടെന്ന് പറഞ്ഞ അയാൾ ഭാര്യ അകത്തോട്ട് വെച്ച് തുണി കഴുകി വെച്ചാൽ അന്ന് മേളിൽ നിരത്തിക്കൊണ്ട് വരട്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി. പാസ്റ്റർ ഒറ്റയ്ക്കായി. പാസ്റ്റർ അങ്ങനെ ഇരുന്നപ്പോ കസേരയൊക്കെ ഒന്ന് തൂത്ത് തറയിട്ടുണ്ട്, ഇതിനകത്ത് ഇരുന്നു. എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടി ഫാന്റെ കാറ്റിലൊക്കെ ആളെ ഉറങ്ങി. പാസ്റ്റർ കാണുകയാണ്, എന്റെ കസേരയിൽ ആടി കൊണ്ട് ചാടി എഴുന്നേറ്റ് അടുത്ത് ദൈവദാസനായതുകൊണ്ട് നല്ലപോലെ കിട്ടിയായി. നിലവിളി കേട്ട് ഇവർ ഓടി വന്നു, എന്താ പാസ്റ്റർ? അയ്യോ, അപ്പൊ അമ്മ ഈ സഹോദരി പറയും, അയ്യോ പാസ്റ്റർ ഉള്ളിൽ പോയി ബാങ്കില് ആടി കൊണ്ട് പാസ്റ്റർ എടുത്തു. പാസ്റ്ററിന്റെ കാര്യം മനസ്സിലായി. അപ്പോ ഭർത്താവ് പറയടി, നമ്മുടെ പാസ്റ്ററിന് കൃപയില്ലടി, നമ്മളെ പോലെ അടി നമ്മുടെ പാസ്റ്റർ. ആകെ പ്രശ്നമാണ്. ഈ കസേര ആരും ഉണ്ട്, ഇതായി ആരെടുക്കും ഈ കസേര. അങ്ങനെ വന്നപ്പോൾ ഭാര്യ തന്നെ ഐഡിയ പറഞ്ഞു, നമ്മുടെ പഴയ പാസ്റ്റർ വിളിക്കാം. അങ്ങനെ പഴയ പാസ്റ്ററിന്റെ അടുത്ത് എന്ന് ക്ഷമ പറഞ്ഞു. ദൈവദാസനെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കണം, അടുത്ത ആഴ്ച ഞങ്ങൾ തിരിച്ചു. കേട്ട മാത്രമേ താൻ നേടിയ ആത്മാക്കളല്ലേ, എന്തായാലും ചെന്നൊന്ന് പ്രാർത്ഥിക്കാമല്ലോ, നമ്മുടെ ആടുകളല്ലേ, തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ദൈവദാസൻ അവിടെ ചെന്നപ്പോൾ ഇതിൽ പറയാ, അകത്തോട്ട് കയറി ചായ ഇദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഇരിക്കെ, ഞാൻ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ ATM ചെന്നിട്ട് പൈസ എടുത്തോട്ട് വരേണ്ടത്. അദ്ദേഹം പുറത്തോട്ട് പോയി. അപ്പൊ ഭാര്യ ഞാൻ കിട്ടുന്ന ഇതിനെ ഒന്നുകൂടെ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഇവര്. മനസ്സിലായല്ല, വൈരാഗ്യം കിടപ്പുണ്ട്. അപ്പോ എന്താ വൈരാഗ്യത്തിന് കാരണം? എന്താ ഗുണപ്പെടണമെന്ന് പറയും ദേവദാസൻ. നീയൊക്കെ
എപ്പോഴും പറയും നീയൊക്കെ ഗുണപ്പെടണമെന്ന്. ആമേൻ. അത് ഇഷ്ടമല്ല. അതാണ് പ്രശ്നം. ഇദ്ദേഹം വന്ന് അതിനകത്തിരുന്നു. ഉറങ്ങിപ്പോയപ്പോ ഒരാള് വലിയ വന്നിട്ട് അടുക്കാൻ പറ്റുന്നില്ല. ദാസൻ അവിടെ ഇരുന്ന് ഉറങ്ങി എഴുന്നേറ്റ് രണ്ടുപേരെയും വിളിച്ചു. കാര്യം മനസ്സിലായി. നിന്റെയൊക്കെ ഇങ്ങനെ പറഞ്ഞു, നിന്റെ രണ്ടിന്റെയും നിന്റെ തലമുറയുടെയും ജീവിതത്തെ തരികിടകൾ ഇതുവരെ മാറ്റിയിട്ടില്ല. ഉദാഹരണമാണല്ലോ അവിടെ വന്നത്. ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ തരികിട കളയാതെ നിന്റെ ആമയെ ജീവിതം ഗുണപ്പെടത്തില്ല. ആമയെ പിശാചുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ വലിയ കുറുവടിയായിട്ട് വന്നു എന്റെ കസേരയുടെ എഴുതേക്കാനാകും പറഞ്ഞു. പക്ഷെ അവൻ എന്റെ അടുത്തൊന്നും അടുത്ത് വരാൻ പറ്റില്ല. ഈ കസേര ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദിയുടെ കസേര ആയിരുന്നു. ആ തറവാട് പൊളിച്ചു പണിഞ്ഞപ്പോൾ, ആ മന്ത്രവാദിയുടെ വീട് പൊളിച്ചു പണിഞ്ഞപ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡിന് എടുത്തതാ, അവിടെ കൊണ്ടിട്ടതാ. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് സാധനം എടുക്കാൻ പോകുന്നത് സൂക്ഷിക്കണം. അതിന്റെ മേലൊക്കെ അവകാശമുണ്ട് പലർക്കും. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, സെക്കൻഡ് ഹാൻഡ് കട്ടള പോയി എടുക്കല്ലേ, സെക്കൻഡ് ഹാൻഡ് സാധനം ഒന്നും എടുക്കല്ലേ. ഏതെങ്കിലും ഒക്കെ ആഭിചാരവും മന്ത്രവാദവും ഒക്കെ ചെയ്ത് തകർന്നു പോയ ഏതെങ്കിലും വീടിന്റെ സാധനങ്ങളായി ഇതൊന്നും എടുത്തോണ്ടൊന്ന് വീട്ടിൽ കൊണ്ടൊന്ന് വെക്കല്ലേ. അങ്ങനെ ഇവര് ലജ്ജിച്ച് തലതാഴ്ത്തുവാനിടയായിട്ട് വന്നു. അമ്മയെ പറഞ്ഞു, ഇപ്പൊ കിട്ടിയ അടിയല്ല നിനക്കൊക്കെ ഇനി കിട്ടാൻ പോകുന്നു. അതുകൊണ്ട് ദൈവസഭയിൽ മടങ്ങി വരുന്നെങ്കിൽ യഥാസ്ഥാനപ്പെട്ട് മാനസാന്തരപ്പെട്ടിട്ട് വന്നാൽ മതി, അല്ലെ നീ ഒന്നും അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല എന്ന് പറയാനിടയായി തീർന്നു. സ്വത്ര നമ്മള് ആമയെ ആരുടെയും കൃപയെ പരീക്ഷിക്കരുത്. ദൈവം നൽകുന്ന കൃപയാണ്. ഒരു നിമിഷം നേരം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ട് പാടി നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാൽ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു